ഒരു വാപ്പ തന്റെ മകനോട് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് അല്ലാഹുവിനോടുള്ള കടമയാണ്. ഒരു പിതാവ് ആദ്യം മകനോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്റെയും നിന്റെയും സിട്ടാവായ റബ്ബിനെ കുറിച്ചിട്ടാണ്, അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ്, അവൻ നമുക്ക് ചെയ്ത ഔദാര്യത്തെ കുറിച്ചിട്ടാണ്. മോനെ നമസ്കരിക്കണം, മോനെ നമസ്കരിക്കണം. യാ ബുനയ്യ അഖിമിസ്സലാ, ഓ മോനെ നിസ്കാരം നിലനിർത്തണേ. ഒരു പിതാവ് നമ്മൾ എത്ര പ്രാവശ്യം നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കണമെന്നല്ല, യാ ബുനയ്യ ഉപ്പാന്റെ കുട്ടി അഖിമിസ്സലാ, നിസ്കരിക്കണേ. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. രണ്ടാമതാ പിതാവിന്റെ ഉപദേശം, മോനെ യാ ബുനയ്യ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ ഹമലതുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലി വലിവാലിദൈ വഇലയ്യൽ മസീർ. മോനെ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ, രണ്ടാമത്തെ ഉപദേശം അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളാണ്. നിന്റെ ഉമ്മ സങ്കടത്തിന്റെ മേൽ പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ചിട്ടാണ് മോനെ നിന്നെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന വാപ്പ. ഇവിടെയാണ് നാം ഒരു കുടുംബത്തെ കാണുന്നത്. അവിടെ അല്ലാഹുവിന്റെ പ്രയോഗം വാപ്പ പറയുന്നത് മോനെ നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയെന്നല്ല, മോനെ നിന്റെ ഉമ്മ നിന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തിയിട്ടാണ് വളർത്തിയത്. മക്കളെ നാം തർബിയത്ത് ചെയ്യേണ്ടത് ഉമ്മയില്ലാത്ത സമയത്ത് വാപ്പ ഉമ്മയുടെ കഷ്ടപ്പാടുകൾ പറയണം. വാപ്പ പറയണം മോനെ ആ കുട്ടികളുമായി നമ്മൾ വെളിയിലോട്ട് പോകുന്ന നേരം ഉമ്മയില്ലാത്ത സമയം, മോനെ നിങ്ങളുടെ ഉമ്മ അവളെ വിവാഹം കഴിച്ച് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവൾ അതിസുന്ദരിയായിരുന്നു, അവൾ ആരോഗ്യവതിയായിരുന്നു. ഇന്നവളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടത്, അവൾ മെലിഞ്ഞു പോയത്, അവൾ മെലിഞ്ഞുറ്റിപ്പോയത് എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ പ്രസവിച്ച രണ്ടാമത്തെ പ്രസവത്തോടു കൂടിയാണ്. അവൾ രോഗിയായത് നിങ്ങളെ പ്രസവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നെ നിങ്ങൾ എത്ര വേദനിപ്പിച്ചാലും എനിക്കത് പ്രശ്നമല്ല, പക്ഷെ നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് ഉമ്മയില്ലാത്ത സമയത്ത് വാപ്പ ഉമ്മയെ കുറിച്ച് പറയണം. നേരെ തിരിച്ച് വാപ്പയില്ലാത്ത നേരത്ത് ഉമ്മ തന്നെ മക്കളെ അടുത്തിരുത്തി ഒരുരുള ചോറ് എടുത്തവർക്ക് വിളമ്പി കൊടുക്കുന്ന നേരത്ത് മക്കളെ ഈ ചോറ് ഏതെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ പാവപ്പെട്ട ഉപ്പ ചാലക്കമ്പോളത്തിൽ പോയി ചുമടെടുത്ത് നിങ്ങളുടെ ഉപ്പ ഓട്ടോറിക്ഷയുടെ 3 ചക്രം ഇങ്ങനെ പിടിച്ച് രാപകലില്ലാതെ ഓടി ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് മക്കളെ. ആ ഉപ്പ എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തെക്കാൾ സുന്ദരനായ ഒരു പുരുഷൻ ഈ നാട്ടിലുണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങളുടെ ഉപ്പ ഈ രീതിയിലായെങ്കിൽ അത് എന്നെയും നിങ്ങൾക്കും ഈ ഒരു നേരത്തെ ഭക്ഷണം തരാൻ കഷ്ടപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് എന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും, പക്ഷെ നിങ്ങളുടെ ഉപ്പയെ നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് അവരവരുടെ അഭാവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടമകളെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കുടുംബത്തിന്റെ ഫാമിലി സന്തുലിതാവസ്ഥയെ ഖുർആൻ മനോഹരമായിട്ട് പറയാൻ. വാപ്പ ഇവിടെ പറയുന്നത് വാപ്പയെ കുറിച്ചല്ല, നിന്റെ ഉമ്മ സങ്കടത്തിന്റെ മേൽ സങ്കടം സഹിച്ചിട്ടാണ് മോനെ നിന്നെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് വിശാലമായ ഉപദേശമാണ് ആ പ്രിയപ്പെട്ട മകനോട്. ആ ചെയ്യുന്ന ഉപദേശം നമ്മളെ അത്ഭുതപ്പെടുത്തും. അല്ലാഹുവിനെ കുറിച്ച് മാത്രമല്ല, ഞാനൊരു ആയത്തിന് 10 ആയത്തിന് ഒരു 30 മിനിറ്റ് കൊണ്ട് ചുരുക്കി പറയുക എന്ന് പറയുന്നത് വളരെയേറെ ഒരു ഭഗീരഥ പ്രയത്നമാണ്. മോനെ നിസ്കരിക്കണം, നന്മയെ പ്രഘോഷണം ചെയ്യണം, തിന്മകളെ തടയണം. തിന്മകളെ തടയുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകാം. അതിന്റെ മേൽ എന്തൊക്കെ ക്ലേശങ്ങൾ ഉണ്ടായാലും ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവണേ മോനെ. മോനെ നന്മ പറയണം, തിന്മയെ തടയണം. സാമൂഹ്യമായ ബാധ്യതയെ കുറിച്ച് ആദ്യം സിട്ടാവിനെ കുറിച്ച്, രണ്ടാമത് മാതാപിതാക്കളെ കുറിച്ച്, മൂന്നാമത് സമൂഹത്തോടുള്ള കടമകളെ കുറിച്ച്, നാലാമത് പിന്നീട് പറയുന്നത് മനോഹരമാണ്. മോനെ വലാ തുസഗ്ഗിർ ഖദ്ദക ലിന്നാസ്, ആളുകൾ നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവരുടെ നേരെ മുഖം തിരിച്ച് അവഗണിക്കരുതേ. അഗതികളും അനാഥകളും നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ ഏതൊക്കെ ആളുകൾ നിന്റെ മുമ്പിൽ വന്നാൽ ജനങ്ങൾക്ക് നേരെ മുഖം തിരിക്കരുതേ, അവരോടൊത്ത് സഹവസിക്കണേ.
വലാ തംശി ഫിൽ അർളി മർഹാ. ഉപ്പാന്റെ മകൻ അഹങ്കാരത്തോടെ നെഞ്ചു വിരിച്ചു മനുഷ്യരുടെ മുമ്പിലൂടെ നടക്കരുത്, വിനയത്തോടെ നടക്കണേ. ആ വാപ്പ പറയാണ് മോനെ വലാ തുസഖിർ ഖദ്ദക ലിന്നാസ്, അവഗണിക്കരുത്. നമ്മൾ എത്ര മക്കളോട് നമ്മൾ പറയാറുണ്ട്, മുതിർന്ന ആളുകൾ വരുമ്പോൾ നിനക്കവരോടൊന്ന് മിണ്ടിക്കൂടെ, നിനക്കവരോടൊന്ന് സംസാരിച്ചുകൂടെ? മൊബൈൽ ഗെയിമുകളുമായിട്ട് നീ നിൽക്കുകയാണോ? വലാ തുസഖിർ ഖദ്ദക ലിന്നാസ്, ഒരാൾക്കെതിരെ ഈ മുഖം തിരിക്കരുത്. വലാ തംശി ഫിൽ അർളി മർഹാ, മോനെ അഹങ്കാരത്തോടെ നടക്കരുത്. എന്നിട്ട് വീണ്ടും പറയാണ് മോനെ വഖ്സിദ് ഫീ മശീഖ് വഖുദു മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ. വഖ്സിദ് ഫീ മശീഖ്, നടക്കുമ്പോൾ സാവധാനം നടക്കണം. ശബ്ദം അരോചകമായ ശബ്ദം ഉണ്ടാക്കരുത്. നമ്മുടെ പുതിയ കാലത്ത് പറഞ്ഞാൽ മോനെ ബൈക്കിൽ കയറി അതിന്റെ സൈലൻസറിന്റെ ഫ്ലൂട്ട് കട്ട് ചെയ്ത് അരോചകമായ ശബ്ദമുണ്ടാക്കി നീ പോകരുത്. കാരണം കഴുതയുടെ സ്വരം അരോചകമാണ്. നീ നിന്റെ ഒരു സ്റ്റൈലിന് വേണ്ടി പാറിപ്പോകുമ്പോൾ ചുറ്റുഭാഗത്തുള്ളവർക്ക് അത് അലോസരതയും അരോചകത്വം ഉണ്ടാക്കുന്നതെങ്കിൽ മോനെ നീ ഇത് ചെയ്യരുത് എന്ന് പ്രിയപ്പെട്ട വാപ്പ മകനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ ഉപദേശിക്കാനുള്ള സമയം നാം കണ്ടെത്തണം. അവരോട് നാം ചെയ്യേണ്ട കടമകൾ നാം ചെയ്യണം. ആ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അവര് നമ്മുടെ ഏറ്റവും നല്ല അനുഗ്രഹമായി മാറുക. നമ്മുടെ പ്രിയപ്പെട്ട ആൺമക്കൾ, പെൺമക്കൾ, ആണാകട്ടെ പെണ്ണാകട്ടെ, നമുക്ക് അവരോടൊരു ബാധ്യതയുണ്ട്. നമ്മുടെ പെൺമക്കളോട്, നമ്മുടെ ആൺമക്കളോട് പിതാവെന്ന രീതിയിൽ, മാതാവെന്ന രീതിയിൽ നമുക്കൊരു വലിയ ബാധ്യതയുണ്ട്. ആ ബാധ്യത ഏത് ബാധ്യതയാണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലിമു ഔലാദക്കും സലാസത ഖിസാൽ, നിങ്ങളുടെ മക്കൾക്ക് 3 കാര്യം നിർബന്ധമായി നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒന്ന് മഹബ്ബത്ത് നബിയിക്കും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾ എപ്പോഴും പറഞ്ഞു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ലോക ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിലെ സ്ത്രീ സമൂഹത്തിന് ജാജ്വലമായ ഒരു മാതൃകയായി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മാറി. പെഷവാറിലെ അടിച്ചുതളിക്കാരിക്കും, ലാഹോറിലെ ചെരുപ്പ് കുത്തിക്കും, അങ്ങകലെ ലക്നോയിലെ തെരുവ് കച്ചവടക്കാരിക്കും ഒരുപോലെ പ്രിയങ്കരിയായി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. എങ്ങനെയാണ് അവർ പ്രിയങ്കരിയായത്? എങ്ങനെയാണ് അവർ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറിയത്? ആ പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഉമ്മ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയൊരു കൗമാരക്കാരി, വാപ്പ ഏറ്റവും തിരക്കുള്ള ഒരു വാപ്പ. നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ ആ പെൺകുട്ടി എങ്ങനെയാണ് വളരുക? വാപ്പയ്ക്ക് തിരക്കാണ്, തർബിയത്ത് നൽകേണ്ട ഉമ്മയില്ല. ഉമ്മ മരണക്കിടക്കയിൽ കിടക്കുമ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഹബീബിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞത്, ഞാൻ പോവുകയാണ്, ഞാൻ ഏൽപ്പിക്കുന്നത് എന്റെ ഫാത്തിമയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പിതാവിന്റെ വിരളിൽ പിടിച്ചു നടന്നു. ആ പിതാവിന്റെ നിഴലായി നടന്നു. ലോക ചരിത്രത്തിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയ ഒരു മോളും വാപ്പയുമില്ല. ചരിത്രം പറയുന്നത് മദർ ഓഫ് ഹെർ ഫാദർ എന്നാണ്. അവളുടെ വാപ്പയുടെ മകളെന്നല്ല, വാപ്പയുടെ ഉമ്മ. മദർ ഓഫ് ഹെർ ഫാദർ. കൈബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് കൊണ്ടുപോയി ഹബീബായ നബി തങ്ങളുടെ മുകളിൽ ഒട്ടകത്തിന്റെ കുടൽമാല എന്ന് പറയുന്നത് തെറ്റാണ്. ഒട്ടകത്തിന്റെ നമ്മൾ ഉദിയേക്ക് കറക്കുമ്പോ അതിന്റെ ചാണകം കിടക്കുന്ന പണ്ടമെന്ന് നമ്മൾ പറയും, കുടൽമാലയല്ല. ആ വലിയ സലാജസൂർ എന്നാണ്. ഒട്ടകത്തിന്റെ കുടൽമാല എന്ന് പറയുന്നത് രാഘവത്വമാണ്. ദുർഗന്ധം വമിക്കുന്ന ചാണകം പേറുന്ന ആ വലിയ ഒന്ന് ഹബീബിന്റെ തലയിലോട്ടിടുമ്പോ അബൂജഹലിനെയും കൂട്ടരെയും പേടിച്ചു മിണ്ടാതിരുന്ന സമയത്ത് തന്റെ പിതാവിനെ രക്ഷിക്കാൻ ഓടി വന്ന ഒരു മകളുടെ പേരുണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. തന്റെ പിതാവിന്റെ വിരൽ പിടിച്ചുകൊണ്ട് അവൾ നടന്നുപോയി. അവസാനം കല്യാണ പ്രായമെത്തുന്ന നേരത്തെ തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ കല്യാണം അന്വേഷിക്കുമ്പോ അലി റളിയല്ലാഹു തആല അൻഹുവിനെയാണ് പുതിയാപ്ലയാക്കി കൊടുത്തത്. അലി റളിയല്ലാഹു തആല പുതിയാപ്ലയാക്കി. കല്യാണം കഴിഞ്ഞതോടുകൂടി അവൾ കല്യാണം കഴിഞ്ഞില്ലേ, എന്റെ കടമകൾ തീർന്നു എന്നല്ല, ഹബീബായ നബി തങ്ങൾ ഒരു വീടുണ്ടാക്കി. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഹബീബിന്റെ വീടിന് നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ സ്ഥലമുണ്ട്. ജീവിതത്തിൽ ഇന്നേ വരെ ഹബീബ് തന്നെ അനുയായികളോടൊന്നും ചോദിച്ചിട്ടില്ല. ചോദിച്ചത് ഒരു ചെറിയ സ്ഥലമാണ്, എന്റെ ഫാത്തിമയ്ക്ക് ഒരു വീട് വെക്കണം, എഴുന്നേറ്റാൽ ഉടനെ എനിക്ക് അവളെ കാണണം, ഉമ്മയില്ലാത്ത മോളാണ്. കല്യാണം കഴിഞ്ഞ് നേരെ എതിർഭാഗത്ത് ഒരു ചെറിയ വീടുണ്ടാക്കി.
ആ വീട്ടിൽ രാവിലെ എഴുന്നേറ്റാൽ വാപ്പ വാതിൽ തുറന്നു നോക്കും മോളെ, അതേ സമയത്ത് എതിർഭാഗത്ത് മോള് ജാലകവിരി തുറന്നു നോക്കും പിതാവിനെ. ഒരേ സമയത്ത് വാപ്പയും മകളും കാണാൻ വേണ്ടി തുറന്ന ചരിത്രത്തിന്റെ ജാലകവിരിയാണ് ഫാത്തിമ ബീവിയുടെ. തീർന്നില്ല സഹോദരങ്ങളെ, ആ ഉപ്പാന്റെ വിരൽ പിടിച്ചിട്ടാണ് ഫാത്തിമ ബീവി ജീവിച്ചത്. രാവിലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദ് നബവിയിലേക്ക് പോയപ്പോ കല്യാണം കഴിച്ചു വിട്ട മോൾ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വാപ്പ പള്ളിയിലേക്ക് പോകുമ്പോ കല്യാണം കഴിഞ്ഞ് കിടക്കുന്ന മകളുടെയും മരുമകന്റെയും വീടിന്റെ വാതിലിൽ പോയി മുട്ടി. എന്നിട്ട് ചോദിച്ചു, അലിയെ ഫാത്തിമ അവതുസല്ലിയാവാനി അന്തുമ, നിങ്ങൾ രണ്ടുപേര് നിസ്കരിച്ചിട്ടാണോ കിടക്കുന്നത്? സുബഹി നിസ്കരിച്ചോന്നല്ല, വാപ്പാന്റെ മോളായിട്ട് എന്റെ വീട്ടിൽ കിടക്കുന്ന നേരം കല്യാണത്തിന് തൊട്ടു മുമ്പ് വരെ നീ തഹജ്ജുദ് മുടക്കിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ പുതിയാപ്പളയുടെ പുതിയ ജീവിതത്തിലേക്ക് പോയപ്പോൾ ഫാത്തിമ അവതുസല്ലിയാവാനി അന്തുമ, നിങ്ങൾ രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണോ കിടക്കുന്നതെന്നാണ്. പുതിയാപ്പളയുടെയും മരുമകന്റെയും മകളുടെയും മണിയറ വാതിലിൽ മുട്ടി ഹബീബായ നബി തങ്ങൾ മസ്ജിദ് നബവിയിൽ പോയി. അവിടെ പോയി നിസ്കരിച്ച് കുറെ കഴിഞ്ഞിട്ട് വീട് ചെരിവട്ടം അടിച്ചു. മകളുടെ വീട് തൊട്ടടുത്താണ്, തർബീയത്തിന് വേണ്ടിയാണ് അടുത്ത വീട് വെച്ചത്. ആ പ്രിയപ്പെട്ട മകളുടെ വീട്ടിലേക്ക് നോക്കുമ്പോ ഒദൂഇന്റെ വെള്ളം വീഴുന്ന ശബ്ദമോ അവരെഴുന്നേറ്റ വെളിച്ചമോ കാണാതായപ്പോൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പ്രിയപ്പെട്ട ഉപ്പ പള്ളിയിൽ നിന്ന് തിരിച്ചുപോയി. നേരെ പോയിട്ട് തന്നെ മകന്റെയും മരുമകളുടെയും വാതിലിൽ മുട്ടി വിളിച്ചിട്ട് ചോദിച്ചു, അലിയെ ഫാത്തിമ ഫതുസല്ലിയാവാനി അന്തുമാ, ഞാൻ വിളിച്ചിട്ട് പോയതാണ്, എഴുന്നേറ്റു, സമയായിട്ട് വീണ്ടും കിടന്നു. നമ്മളാണെങ്കിലോ വിളിച്ചു, നമ്മൾ സുബൈക്ക് വിളിച്ചിട്ട് ഉപ്പ പള്ളിയിൽ പോയി, മക്കള് പിന്നെ ഒന്നുകൂടി കിടക്കും, സമയമായില്ലല്ലോ, വിട്ടുകൊടുത്തില്ല ആ വാപ്പ. പ്രിയപ്പെട്ട മകളെ തിരിച്ചു വന്നോടി വിളിച്ചിട്ട് ചോദിച്ചു, ഫാത്തിമ അലിയെ അവതുസല്ലിയാവാനി അന്തുമാ, വാതിലിൽ മുട്ടി രണ്ടുപേര് നിസ്കരിച്ചിട്ടാണോ കിടക്കുന്നത്? ഒരൽപ്പനേരം കഴിഞ്ഞിട്ടും മണിയറ വാതിൽ തുറന്നില്ല. മൗനാനുരാഗത്തിന്റെ സമഞ്ജസ മേഖലയിലേക്ക് ശരീരത്തിന്റെ ആഗ്രഹത്തിലോട്ട് കടന്നു പോകുന്ന പ്രഥമരാത്രിയുടെ സുന്ദര ദിവസത്തിന്റെ സമാപനത്തിന്റെ പ്രഭാതത്തിലൊരിക്കൽ വാതിൽ തുറന്നത് അലി റളിയല്ലാഹു അൻഹു മരുമകനാണ്. വാതിൽ തുറന്നപ്പോൾ തന്റെ മണിയറ വാതിലിന് മുമ്പിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി. നബി മുഹമ്മദ് മുസ്തഫ. ചരിത്രങ്ങൾ മനോഹരമായി കേൾക്കാൻ മാത്രമുള്ളതല്ല, ആ ജീവിതത്തിലേക്ക് നമ്മുടെ ചിന്തകളെയും കർമ്മങ്ങളെയും ഊളിയിടാനുള്ള പ്രചോദനം കൂടിയാണ്. സല്ലു അലൈഹി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ ഇടയിലാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാകും? കല്യാണം കഴിഞ്ഞ മണിയറ രാത്രിയിൽ ആദ്യത്തെ ദിവസം ഭാര്യയുടെ പിതാവ് വന്നു വാതിൽ മുട്ടിയതിന്റെ പേരിൽ തലാക്കായ എത്ര സംഭവങ്ങൾ ഉണ്ടാകും, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെയാണ് ഒരു കുടുംബത്തെ നമ്മൾ പരിചയപ്പെടേണ്ടത്. കുടുംബ ജീവിതത്തിൽ 2 മണിക്കൂർ മോട്ടിവേഷൻ ക്ലാസ് ഒന്നും വേണ്ട, ആരുടെയും വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ കുടുംബം കുടുംബമാകണമെങ്കിൽ 8 മടം നീളവും 10 മടം വീതിയുമുള്ള ആകാശത്ത് മഴ പെയ്താൽ മഴത്തുള്ളികൾ മുഴുവനും ഈത്തപ്പന മരത്തിന്റെ ആലകൾക്കിടയിലൂടെ തടം തള്ളിയാ തൊടുകി താഴെ ഒരു പനയോല വിരിച്ചിട്ട് കിടന്ന എന്റെ ഹബീബിനെ കുറിച്ച് ഓർത്താൽ മതി. നമ്മുടെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാവായിട്ടും ഫക്കീറിനെ പോലെ ജീവിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വാതിൽ തുറന്നത് പ്രിയപ്പെട്ട മരുമകനാണ്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, അലിയെ നിങ്ങൾ രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണോ കിടക്കുന്നത്? ഇത്ര മനോഹരമായ ഒരു കുടുംബ ചരിത്രം ലോകത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല, ടാഗോറിനും പറയാൻ കഴിയില്ല. 60ാമത്തെ വയസ്സിലാണ് മഹാനായി നമ്മൾ കാണുന്ന ടാഗോർ അർജന്റീനക്കാരി വിക്ടോറിയെ പ്രണയിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ഇന്ത്യയിൽ മൃണാളിനി ഭാര്യയായിരിക്കുമ്പോ 60ാമത്തെ വയസ്സിൽ പോലും തന്റെ ജീവിതത്തെ മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു നട്ട് മനോഹരമായി ജീവിച്ചൊരു മനുഷ്യനാണ് ടാഗോർ എന്ന് പറയാറുണ്ട്. 63ാമത്തെ വയസ്സിലാണ് എന്റെ ഹബീബ് പോകുന്നത്. മനോഹരമായൊരു കുടുംബ ചിത്രം ലോകത്ത് ആർക്കും പറയാൻ കഴിയില്ല. ആ മരുമകൻ ഇങ്ങനെ വാതിൽ തുറന്നു. ഏത് മരുമകനും ക്ഷോഭം നേരുന്ന സമയം അള്ളാന്റെ റസൂൽ അലിയെ ഫാത്തിമ നിങ്ങൾ രണ്ടുപേരും നിസ്കരിച്ചിട്ടാണോ കിടക്കുന്നത്? ആ സമയത്താണ് അലി റളിയല്ലാഹു അൻഹു മറുപടി, നബിയേ എന്ത് വർത്തമാനാണ് ഈ പറയുന്നത് നബിയേ?
ഇന്നർ റൂഹ ബിയദില്ലാ ഇൻഷാ അംസകഹാ വഇൻഷാ അർസലഹാ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്താണ് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യം, നബി എന്ത് വർത്താനാണ് നിങ്ങളെ പറയണത്? നിങ്ങളല്ലേ പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഉറങ്ങാൻ വേണ്ടി ഉറക്കത്തിൽ പോയാൽ അവന്റെ റൂഹ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകും. ഇൻഷാ അംസകഹാ വ ഇൻഷാ അർസലഹാ. ചിലപ്പോൾ പടച്ചോൻ അത് അവിടെ തന്നെ വെച്ചേക്കും, ചിലപ്പോൾ അത് തിരിച്ചു തരും. നബിയെ, ഞാനും ഫാത്തിമയും കൂടെ ഇന്നലെ കിടന്നപ്പോ ഞങ്ങളുടെ രണ്ടുപേരുടെ റൂഹിനെ പടച്ചോൻ കൊണ്ടുപോയി, തിരിച്ചു തന്നില്ല നബിയെ. അതുകൊണ്ടാണ് എഴുന്നേക്കാൻ പറ്റാത്തത്. അല്ലാഹ് തിരിച്ചു തരാതെ ഞാൻ എങ്ങനെ എഴുന്നേക്കും നബിയെ? വൈകാരിക വിക്ഷുബ്ധതയുടെ തീവ്രതയിൽ കുടുംബ ബന്ധത്തിന്റെ പാശത്തെ മുറിക്കാൻ കഴിയുന്ന ഒരു സമയത്ത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ തമാശയെ അതുപോലെ അതിനേക്കാൾ മനോഹരമായി തിരിച്ചു പറയുന്ന ഒരു മരുമകൻ, ഇന്നലെ റൂഹ് തിരിച്ചു തന്നില്ല നബി, അതുകൊണ്ട് അങ്ങ് വിളിച്ചിട്ട് ഞങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരിച്ചുള്ള മറുപടി, എന്നെ കളിയാക്കണ്ട, പരിഹസിക്കണ്ടെന്നല്ല, ഒരു മന്ദസ്മിതത്തോടെ 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചുദിച്ച ആ മനോഹരമായ മന്ദസ്മിതത്തോടെ തന്റെ പ്രിയപ്പെട്ട മകളുടെ വീടിന്റെ പടിവാതിക്കൽ നിന്ന് അള്ളാഹുവിന്റെ റസൂല് പള്ളിയിലേക്ക് തിരിച്ചു നടന്നു. ആ പോകുന്ന വഴി അള്ളാഹുവിന്റെ ഹബീബ് പോകുന്ന വഴിയിൽ തന്റെ കൈകൊണ്ട് തന്റെ തൊട ഇങ്ങനെ പൊക്കിയിട്ട് ഒരു അടിയടിച്ചു. എന്നിട്ട് ഖുർആനിലെ ഒരു ആയത്ത് മെല്ലെ പിറുപിറുത്തുകൊണ്ട് പോയി അത്രേ. വകാനൽ ഇൻസാനു അക്തറ ശൈഇൻ ജദലാ വകാനൽ ഇൻസാനു അക്തറ ശൈഇൻ ജദലാ. അല്ലെങ്കിലും മനുഷ്യന്മാര് തർക്കിക്കണ കാര്യത്തിൽ പുറകിലല്ലോ. അള്ളാഹു പറഞ്ഞ ഒരായത്തുണ്ട് സൂറത്തുൽ ഇസ്രായില്. തിരിച്ചു പോകുമ്പോ ഈ വാക്ക് കേട്ടിട്ട് തിരിച്ചു പോകുമ്പോ തൊടയിൽ ഇങ്ങനെ അടിച്ചിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വകാനൽ ഇൻസാനു അക്തറ ശൈഇൻ ജദലാ. അല്ലെങ്കിൽ തർക്കത്തിന്റെ കാര്യത്തിൽ മനുഷ്യന്മാർ എവിടെയാണ് പുറകിലുള്ളത് എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. കല്യാണം കഴിച്ച പ്രഥമ രാത്രിയിൽ തന്റെ പ്രിയപ്പെട്ട മകളോട് തഹജ്ജുദ് നിസ്കരിച്ചോ മോളെ എന്ന് ചോദിച്ച ഒരു പിതാവിന്റെ മനസ്സിന്റെ തിടുക്കം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവാറുണ്ടോ? വിവാഹം കഴിച്ചു വിട്ടു, എന്റെ കടമ കഴിഞ്ഞു എന്നല്ല, ആ സമയത്തും അവളുടെ തർബീയത്തിനെ കുറിച്ച് ചോദിക്കാൻ കഴിയുന്ന ഒരു പിതാവിന്റെ മനസ്സിനെ നമ്മൾ രൂപാന്തരപ്പെടുത്തിയെടുക്കണം. എന്നാലാണ് അവർ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ മക്കളായി മാറുക. ഖബറിലേക്ക് അവർ ഏറ്റവും പ്രയോജനപ്പെട്ടതായി മാറുക. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു മരണാസന്നനായി കിടക്കുന്ന ഒരു നേരം, മഹാനവറുകൾ മക്കളോട് പറയുന്ന ഒന്നുണ്ട്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിൽ പെടയുന്ന നേരത്ത് തലയിൽ ശിരസ് ഇങ്ങനെ മതിലിലോട്ട് ചേർത്ത് വെക്കുമ്പോ മകൻ അബ്ദുള്ള വന്നിട്ട് ചോദിക്കുന്നു, ഉപ്പ എന്ത് പറ്റി, വേദനിക്കുന്നുവോ? മകന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ അബ്ദുള്ള, ഞാൻ എന്ത് ഏൽപ്പിച്ചാലും പാഴാക്കാത്ത റബ്ബിനെ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മോനെ അബ്ദുള്ള, മരണാസന്നനാണ് മോനെ അബ്ദുള്ള, എന്റെ ജീവിതത്തിൽ വാപ്പാടെ ജീവിതത്തിൽ 3 ഘട്ടം കടന്നു പോയിട്ടുണ്ട്. അതിലൊരു ഘട്ടം എന്റെ ഹബീബിനെ കൊല്ലാൻ ഊരിപ്പിടിച്ച കത്തിയുമായി അതിന്റെ മൂർച്ചയും നോക്കി കൈവാലയത്തിന്റെ പുറകിൽ എന്റെ ഹബീബിനെ കൊല്ലാൻ നടന്നവനാണ് ഞാൻ. പക്ഷേ അള്ളാഹു അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ 2ാമത്തെ ഘട്ടം പിന്നെ ഞാൻ മുസ്ലിമായി. എന്റെ ഹബീബിന്റെ കൂടെ ഞാൻ ദീനിന് വേണ്ടി നടന്നു, അതും കഴിഞ്ഞു. ഇപ്പോൾ 3ാമത്തെ ഘട്ടമായി മിസ്രിന്റെ ഗവർണറായി ഏറ്റെടുത്ത് ഞാൻ ഇപ്പോൾ നിൽക്കുകയാണ്. എന്റെ ആദ്യത്തെ ഘട്ടം എന്റെ പാപം പടച്ചവൻ പുറത്തോ എനിക്കറിയില്ല. എന്റെ 2ാമത്തെ ഘട്ടം എന്റെ ഹബീബിന്റെ കൂടെയാണ്, സ്വീകരിച്ചു അറിയില്ല. 3ാമത്തെ ഘട്ടം എവിടെയാണ്, എങ്ങനെയാണ് എന്റെ ജീവിതം എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പൊന്നുമോനെ അബ്ദുള്ള, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല ഹബീബായ നബി തങ്ങളുടെ നിഴലെന്നാണ് സഹാബിയെ കുറിച്ച് പറയുന്നത്. മക്കളെ കുറിച്ച് എന്താണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്? ആ സമയത്ത് മകനോട് പറഞ്ഞു, മോനെ ഇദാനം വിത്തു, ഞാൻ എങ്ങാനും മരിച്ചുപോയാൽ ഫലാ തസ്ഹഫനീനാഇഹാ, അട്ടഹസിച്ച് നിലവിളിച്ച് കരയുന്ന പെണ്ണുങ്ങളെ എന്റെ അടുക്കൽ കൊണ്ടുവരരുത്. ഫലാ ഞാൻ മരിച്ചാൽ അട്ടഹസ് കഴിയുന്ന എന്നൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ കൂലിക്ക്
സ്ത്രീകളെ കൊണ്ടുവന്ന് കരയിപ്പിക്കുന്ന പണിയാണ്. ആണാണോ പെണ്ണാണോ എന്നറിയാതെ അവര് സ്ഥിരമായിട്ടൊരു കരച്ചിൽ തന്നെ കരയും. അങ്ങനെ രസകരമായ സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ എന്നെ കൊണ്ടുവന്ന് അലമുറയിട്ട് കരയിക്കരുത്. മക്കളെ വല നാറ തീപ്പന്തവും കൊണ്ടുവന്ന് എന്റെ മയ്യത്തിന്റെ മുമ്പിൽ നിങ്ങൾ കുത്തിവെക്കരുത്. എന്നിട്ട് പറയാണ്, മോനെ അബ്ദുള്ള, എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ. ഇതാനമിത്തു, ഞാൻ മരിച്ചു കഴിഞ്ഞ് എന്നെ കബറടക്കി കഴിഞ്ഞാൽ എന്റെ മുകളിലേക്ക് മണ്ണിട്ട് പലകയിട്ട് മൂടി ചെടിയും അടയാളം വെച്ച് നിങ്ങൾ അവസാനത്തെ വാക്കും പറഞ്ഞ് മക്കളെ നിങ്ങൾ എന്നെ ഒറ്റക്കാക്കി പോകരുത്. ഒരൊട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ പാപ്പാടെ കബറിന്റെ അടുക്കൽ നിങ്ങൾക്ക് നിൽക്കാൻ ദയവുണ്ടാകണം. നിങ്ങൾ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോകരുതേ മോനെ എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല പറയുന്നു. ആർക്കൊക്കെ ഉറപ്പുണ്ട് സഹോദരങ്ങൾ, ഈ ദേഹം വിട്ടുപോയാൽ, ഈ റൂഹ് പോയാൽ, നമ്മുടെ കബറിന്റെ ചാരത്ത് ആറടി മണ്ണിലേക്ക് മണ്ണിട്ട് മൂടി മൈലാഞ്ചിച്ചെടി അടയാളം വെച്ച് തിരിച്ചു പോകുമ്പോ ഏറ്റവും വേഗത കൂടിയ കാലത്ത് നമ്മുടെ അടുത്തിരുന്ന് ഒരു നല്ല മകനായി ഒരു ദുആ ചെയ്യാൻ നമുക്ക് എത്ര പേരെ ബാക്കിയാക്കി? ആ രീതിയിലേക്ക് നമ്മുടെ സമ്പാദ്യം എന്താണ് ബാക്കിയുള്ളത്? നമ്മുടെ മക്കൾ MBBS ആവട്ടെ, നമ്മുടെ കുട്ടികൾ എഞ്ചിനീയർ ആവട്ടെ, അവർ പഠനത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടട്ടെ. ഞാൻ അഭിപ്രായക്കാരനാണ്. പക്ഷെ അല്ലാഹുവിനെ കുറിച്ച് പറയാൻ, ഖുർആനെ കുറിച്ച് പഠിക്കാൻ, ആഖിറത്തെ കുറിച്ച് പറയാൻ നമുക്ക് കഴിയണ്ടേ? അല്ലാഹു നമ്മളെ, നമ്മുടെ കുടുംബങ്ങളെ മനോഹരമാക്കട്ടെ. വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചിലന്തി. ആ സൂറത്തിൽ ഒരായത്തുണ്ട്. ഞാൻ നിങ്ങളുടെ ഹൃദയം തുറക്കാൻ ഖുർആനിന്റെ ജാലകവിരിയ തുറന്നു തരാം. ഞാൻ ഈ പറയുന്നത് മുഴുവനും ഖുർആനാണ്. അത് പറഞ്ഞല്ല റൈബ ഫീഹി, അതിൽ പിന്നെ തർക്ക വിതർക്കങ്ങളില്ല. അതിന്റെ പേര് ചിലന്തി എന്ന്. ആദ്യത്തിൽ ഒരു ആയത്തുണ്ട്, മസലുൽ ലദീന ഇത്തഖദു മിൻ ദൂനില്ലാഹി ഔലിയാഅ കമസലിൽ അൻകബൂത്ത് ഇത്തഖദതു ബൈതാ ഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്. അല്ലാഹു അല്ലാത്തവരെ ജീവിതത്തിൽ ആശ്രയിക്കുന്നവന്റെ ഉപമ കമസലിൽ അൻകബൂത്തി, അവനെ ചിലന്തിയെ പോലെയാണ്. ഇത്തഖദതു ബൈതാ, ചിലന്തി വീടുണ്ടാക്കി. ഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്, ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ്. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ്. എന്തുകൊണ്ട്? നമുക്കറിയാം, ഒരു സെമിറ്റിക് എഞ്ചിനീയറിന്റെ കരവൈദഗ്ധ്യത്തെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ നിമിഷാർദ്ധത്തിന്റെ ഉള്ളിൽ തന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന പശ കൊണ്ട് മനോഹരമായ ഇടകൾ കൊണ്ട് ചിലന്തി മനോഹരമായ വീടുണ്ടാക്കും. ആ വലയുടെ ഇടയിൽ അളന്നു നോക്കിയാൽ അതെല്ലാം സമീകൃത അകലമാണെന്നാണ്. ആ വലയുടെ ഇഴകളുടെ ഇടയിൽ ജാമിതീയ കണക്കുകളെ തോൽപ്പിക്കുന്ന സമീകൃത അകലമാണ്. അത്ര മനോഹരമാണ് ചിലന്തിയുടെ വീട്. പക്ഷെ കാറ്റത്തടിച്ചാൽ, വിരലൊന്ന് തൊട്ടാൽ ആ മനോഹരമായ വീട് നിമിഷാർദ്ധത്തിന്റെ ഉള്ളിൽ പൊട്ടി തകർന്നു പോകും. അതുകൊണ്ടാണ് ചിലന്തിയുടെ വീട് ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് എന്ന് പറഞ്ഞത് എന്നാണ് നമ്മൾ കരുതിയത്. അങ്ങനെയല്ല. അവിടെ ഖുർആൻ ഒരു പ്രയോഗമുണ്ട്, ഇത്തഖദതു ബൈത, വീടുണ്ടാക്കുന്നത് പെൺചിലന്തിയാണ്. ഇത്തഖദ ബൈത എന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കുന്നത് ആൺചിലന്തിയാണ്. താവ് ചേർന്നാൽ, ഫായിൽ മുഹന്നദായാൽ ഫീലിൽ താവ് ചേർക്കുമ്പോൾ താഉ തഅനീസിൻ തലിൽ മാദിഇദ കാനാലി ഉൻസാ കഅബത്തു ഹിദ്ദുല്ലദ എന്നാണ് അവിടെ വ്യാകരണ നിയമം. അവിടെ ഇത്തഖദതു ബൈത എന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കുന്നത് പെൺചിലന്തിയാണ്. ഇത്തഖദ ബൈത എന്ന് പറഞ്ഞാൽ ആൺചിലന്തിയാണ്. വീടുണ്ടാക്കുന്നത് പെൺചിലന്തിയാണ്. ആൺചിലന്തി വെളിയിൽ നിന്ന് സഹായിക്കലേ ഉള്ളൂ. സമ്പത്തും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കും. ഗൾഫിൽ നിന്ന് പൈസ അയക്കുന്നത് പോലെ, ഭർത്താവ് കഷ്ടപ്പെട്ട് പൈസ കൊടുക്കുന്നത് പോലെ നിർമ്മിക്കുന്നത് പെൺചിലന്തിയാണ്. അവസാനം വീട് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ പെൺചിലന്തി ആൺചിലന്തിയെ കൊല്ലും. എന്നിട്ട് പെൺചിലന്തി മക്കളും കൂടി അതിൽ താമസം തുടങ്ങും. കുറെ കഴിയുമ്പോൾ ഈ മക്കൾ ഉമ്മയെ കൊല്ലും. അവരും അവരുടെ ഭാര്യമാരെ താമസിക്കാൻ തുടങ്ങും. അവസാനം ആ ഭാര്യമാർ ഈ മക്കളെ കൊല്ലും. അതുകൊണ്ടാണ് ഏത് ചിലന്തി വരെ നോക്കിയാലും അതിലൊരു ചിലന്തി ചത്തു കിടക്കുന്നത് കാണാം. അത് ഈ പാവം ഭർത്താവാണ്, വെളിയിൽ നിന്ന് സഹായിക്കുന്ന ഭർത്താവ്. സഹോദരങ്ങളെ,
മാതാപിതാക്കളും മക്കളും തമ്മിൽ, കൂടപ്പറപ്പുകൾ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പര സ്നേഹവും സൗഹൃദവും നഷ്ടപ്പെട്ടു പോയ ലോകത്തിലെ ഏറ്റവും ദുർബലമായ കുടുംബ വ്യവസ്ഥിതി ചിലന്തിയുടേതാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. കാസർഗോഡ് നിന്ന് ബൈപ്പാസിലൂടെ കോവളം വരെ സഞ്ചരിച്ചാൽ ഇരുപാതകളിലായി മുഗൾ രാജവംശത്തിന്റെ ശില്പജാതരിയെ തോൽപ്പിക്കുന്ന കോൺക്രീറ്റ് സൗധങ്ങൾ നമുക്ക് കാണാം. പക്ഷെ മിക്കവാറും വീടുകൾ ചിലന്തിയുടെ വീടാണ്. ഭാര്യ ഭർത്താവും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഉടപ്പറപ്പുകൾ തമ്മിൽ അസ്ഥിരമായ സ്നേഹബന്ധത്തിന്റെ ചിലന്തികളുടെ വീട്. അങ്ങനെ ഒരു ചിലന്തികളുടെ വീടായി നമ്മുടെ ജീവിതത്തിന്റെ അധ്വാനം മാറേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെ, അവരെ അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കാൻ, നമ്മുടെ പെൺമക്കളെ പ്രത്യേകിച്ച് പഠിപ്പിക്കാൻ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മഹല്ലാണ് മണക്കാട് വലിയ പള്ളി. അതിന്റെ കീഴിലാണ് ഇഖ്റ അക്കാദമി പ്രവർത്തിക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഹ്യൂമാനിറ്റീസും കൊമേഴ്സിനോടും കൂടി 5 വർഷം അല്ലാഹുവിന്റെ ഹബീബിനെയും ഖുർആനിനെയും പഠിപ്പിക്കാൻ ഏറ്റവും മനോഹരമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഒരു വെളിപ്പാടപ്പുറം നമ്മുടെ മക്കൾക്ക് തർബീയത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നാം കൈവരിക്കപ്പെടണോ, അതല്ല നമ്മുടെ വീടുകൾ ചിലന്തിയുടെ വീടുകളായി മാറ്റപ്പെടണോ എന്നത് നമ്മുടെ ചിന്തയുടെ ഭാഗമായിട്ടുണ്ടാകേണ്ടതാണ്. അല്ലാഹു നമ്മുടെ വീടുകളെ മനോഹരമായ വീടുകളാക്കി തരട്ടെ.